ബാരാമതിയിൽ നിന്ന് മുംബൈയിലേക്ക് തിരിക്കാനിരുന്ന സ്വകാര്യ വിമാനമാണ് തകർന്നു വീണത്. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം മോശം കാലാവസ്ഥയും കാഴ്ചാപരിധി കുറഞ്ഞതുമായിരുന്നു അപകടത്തിന് കാരണം. എന്നാൽ ഈ വാദത്തെ പാടെ തള്ളിക്കളയുന്ന ചില ഘടകങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. വിമാനം തകരുന്നതിന് തൊട്ടു മുൻപ് പൈലറ്റിൽ നിന്ന് യാതൊരുവിധ മേഡേ സന്ദേശങ്ങളും എയർ ട്രാഫിക് കൺട്രോളിന് ലഭിച്ചിരുന്നില്ല. സാധാരണഗതിയിൽ ഒരു സാങ്കേതിക തകരാറോ എഞ്ചിൻ പരാജയമോ ഉണ്ടായാൽ പൈലറ്റിന് അപായ സന്ദേശം നൽകാൻ സമയം ലഭിക്കാറുണ്ട്. ഇവിടെ അത്തരമൊരു നീക്കം ഉണ്ടാകാഞ്ഞത് എന്തുകൊണ്ടാണെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ആദ്യം രംഗത്തെത്തിയത് അജിത് പവാറിന്റെ അനന്തരവനും NCP നേതാവുമായ രോഹിത് പവാറാണ്. ഇതൊരു അട്ടിമറിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരി അദ്ദേഹം ചില ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിമാനത്തിന്റെ സഞ്ചാരപാതയിൽ അവസാന നിമിഷങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ? അജിത് പവാറിനെ പോലൊരു VIP യാത്രക്കാരൻ ഉണ്ടായിരുന്നിട്ടും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച പറ്റിയോ എന്നിവയാണ് അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ഏറ്റവും ദുരൂഹത നിറഞ്ഞ മറ്റൊരു കാര്യം വിമാനം പറത്തിയിരുന്ന ക്യാപ്റ്റൻ സുമിത് കപൂറിനെ കുറിച്ചുള്ള ആരോപണങ്ങളാണ്. പൈലറ്റിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ അത്ര സുഖകരമല്ല എന്നാണ് റിപ്പോർട്ടുകൾ. മദ്യപിച്ച വിമാനം പറത്തിയതിന് 3 വർഷത്തേക്ക് മുൻപ് സസ്പെൻഷൻ ലഭിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ് ആരോപണം. അത്രയും ഗൗരവതരമായ അച്ചടക്ക നടപടി നേരിട്ട ഒരാൾക്ക് സംസ്ഥാനത്തെ ഒരു VIP വിമാനം പറത്താൻ എങ്ങനെ അനുമതി ലഭിച്ചു എന്നാണ് ഇപ്പോഴുയരുന്ന മറ്റൊരു ചോദ്യം. പൈലറ്റിന്റെ നിയമനത്തിൽ കൃത്രിമം നടന്നോ എന്നും അവസാന നിമിഷം പൈലറ്റിനെ മാറ്റിയെന്നും അന്വേഷിക്കേണ്ടതുണ്ടെന്നും അജിത് പവാറിന്റെ അനുയായികൾ ആവശ്യപ്പെടുന്നു.